ഡേ 4 ഞായറാഴ്ച കുർബാനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയത് പോർനാട്ടുകരയ്ക്കാണ്. കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന മാത്തളിയുണ്ട് പോർനാട്ടുകര. ഒത്തിരി നൊസ്റ്റു അടിക്കുന്ന ഒരു സ്ഥലമാണ്. മാത്തളിയും പറഞ്ഞ് തന്നെ കേട്ടിട്ടുള്ള അവിടുത്തെ പാടവും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ വീട്ടുകാരുടെയൊക്കെ സ്നേഹവും അതൊക്കെ കേട്ട് ഒത്തിരി നമ്മൾ തലയിൽ ഇങ്ങനെ ഒരു ഇമാജിനറി വേൾഡ് വെച്ചിട്ടുണ്ടല്ലോ. അതുപോലത്തെ തന്നെ ഒരു 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 നല്ല അനുഭവമായിരുന്നു. പെരുന്നാളായതുകൊണ്ട് തന്നെ മാത്യളിയൻ്റെ സിബ്ലിങ്സും നെഫ്യൂസും ഫ്രണ്ട്സൊക്കെ കൂടി ഒരു അത്യുഗ്ര സ്വാദിഷ്ടമായ ഒരു സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. വിളമ്പിയ നിമിഷം മുതൽ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ബീഫ് ഫ്രൈയിൽ തേങ്ങാക്കൊത്ത് കഴിച്ച് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സർലാസിൽ ഉള്ളീനെയും ഒന്ന് മുറിച്ചു. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ മക്കളെ, ചോറും കോഴിക്കറിയും ക്യാബേജ് ഉപ്പേരിയും ബീഫൊക്കെ വെച്ച് അങ്ങോട്ട് ഒരു പിടി പിടിച്ചു. ഞാൻ ഇത്രയും നാളുകൾക്ക് ശേഷം കഴിച്ച ഒരു ഒന്നൊന്നര അത്യുഗ്ര ബിരിയാണിയും ബീഫ് ഫ്രൈയും ക്യാബേജ് തോരനൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു. എന്നെ അറിയണവർക്കറിയാം, ഞാൻ ഒരിക്കലും ഒരു സദ്യ എനിക്ക് ഫുള്ളായി കഴിക്കാനോ അല്ലെങ്കിൽ ഞാൻ കിളികളുടെ പോലെ പൂച്ചകളുടെ പോലെ കുട്ടി കുട്ടി ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷെ കുറേ കഴിക്കും, അങ്ങനെ കുറേ പ്രാവശ്യം കഴിക്കും. അല്ലാതെ ഒറ്റയടിക്ക് അത്ര അധികം ഭക്ഷണം കഴിക്കാൻ എനിക്ക് പറ്റാത്ത ഞാൻ എൻ്റെ ഇലയുടെ അവസ്ഥ നോക്കിയേ. ഇതിലിനി കളയാൻ ഒന്നും ബാക്കിയില്ല. അതുപോലെ നീറ്റായി ഞാൻ കഴിച്ചു. അവസാനത്തെ ആ പൈനാപ്പിളിനെ പോലും ഞാൻ വെറുതെ വിട്ടില്ല ഗൈസ്. അത് കഴിഞ്ഞ് ഇല മടക്കി ഗ്ലാസ് വെച്ചപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം. ഇനിയും കൂടാൻ പെരുന്നാളുകൾ ഒരുപാട് ബാക്കിയുണ്ട്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണും വരെ കേൾക്കും വരെ ടാറ്റാ ബൈ ബൈ, സീ യു.